ലൂകി ഞാനിന്നോട്ടം തികച്ചോ കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹത്തോടുകൂടെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും മാത്രമല്ല ഇത്രയും ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വചനം കേൾപ്പാനായിട്ട് കടന്നു വരുവാൻ പ്രേരണ അവർക്കുണ്ടായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ ദൈവം നമ്മളെ വളരെയധികം സഹായിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് ഒരു മരണത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ശ്രദ്ധിച്ചു. അതായത് ഒരു നീതിമാന്റെ മരണവും ഒരു ദുഷ്ടന്റെ മരണവും തമ്മിലുള്ള ഭയങ്കരമായ അന്തരം നമ്മൾ ശ്രദ്ധിച്ചു. ഒരു നീതിമാന്റെ മരണം ഉറക്കം പോലെയാണ്. ഒരു നീതിമാനെ നമ്മൾ കണ്ടു. ബലയാം എന്ന് പറയുന്ന പ്രവാചകന് ഒരു ആഗ്രഹമുണ്ട്, അവന് നീതിമാന്റെ മരണം വേണം. നമ്മൾ ആ ഭാഗങ്ങള് ശ്രദ്ധിച്ചത് കൊണ്ട് ഞാൻ കടന്നു പോകുന്നില്ല. മാത്രമല്ല, രക്ഷിക്കപ്പെടാത്തൊരു മനുഷ്യന്റെ മരണസമയം ഒരനുഭവത്തിൽ നിന്ന് നമ്മൾ കണ്ടു. ദൈവത്തെ കണ്ടുമുട്ടുവാൻ ചെല്ലുമ്പോൾ ദൈവം എന്റെ പാവം ക്ഷമിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവൻ അറിയില്ല. ഭയവും വളരെയധികം അസ്വസ്ഥതയും അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീതീകരണം പ്രാപിക്കാത്ത രക്ഷിക്കപ്പെടാത്ത മരണവും നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ അവസാനം ചിന്തിച്ചു നിർത്തിയത് ഒരു നാച്ചുറൽ മാൻ, രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ മരണത്തെ സർവൈവ് ചെയ്യുമ്പോൾ സഭാപ്രസംഗി പറഞ്ഞതുപോലെ എല്ലാം മായയാണ്, എല്ലാം നഷ്ടമായി പോവുകയാണ്, ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ വില പൗലോസ് പറഞ്ഞ പോലെ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. എന്റെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. എന്നാൽ ഒരു സാധാരണ മനുഷ്യന്, രക്ഷിക്കപ്പെടാത്ത മനുഷ്യന് എല്ലാം വ്യർത്ഥമെന്ന് പറയുമ്പോൾ, മായ എന്ന് പറയുമ്പോൾ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ച് അവന്റെ ഓരോ ദിവസങ്ങളും വിലയുള്ളതാണ്, അത് അനുഗ്രഹിക്കപ്പെട്ടതാണ്, അത് പ്രതിഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മള് മരണവും മരണാനന്തര ജീവിതത്തെ കുറിച്ച് ശ്രദ്ധിക്കുകയാണ്. ഒരു മരണം സംഭവിച്ച ശേഷം what happens to the soul of man? നമ്മൾ തിരുവചനത്തിലൂടെ കണ്ടു, ശരീരം അല്ലെങ്കിൽ മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുമ്പോൾ പൊടി പണ്ട് ആയിരുന്ന പോലെ പൊടിയിലേക്ക് പോവുകയും ആത്മാവിനെ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോവുകയും ചെയ്തു. ആ സ്റ്റേറ്റ്മെന്റ് സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് കാണുന്നത്. നമുക്കറിയാം, നാം മണ്ണിലേക്ക് മനുഷ്യന്റെ ശരീരം ഏൽപ്പിച്ചു കൊടുക്കും, അതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ പ്രാരംഭമായി പഠിക്കാൻ പോകുന്നത് where does the soul goes after death? നമ്മൾ കണ്ടു, മനുഷ്യന്റെ വ്യക്തിത്വമാണ് അവന്റെ ദേഹിയും ആത്മാവും, ഈ സോൾ ആൻഡ് സ്പിരിറ്റ്. ഈ ദേഹിയും ആത്മാവും എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കിക്കൊള്ളട്ടെ, മരണശേഷം
ബൈബിള് തീർത്തു പഠിപ്പിക്കുന്നു ഒരു ന്യായവിധിയുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് എനി പേഴ്സൺ there is a judgment. അപ്പോസ്തലനായ പൗലോസ് വലിയൊരു ദൈവദാസൻ, അപ്പോസ്തലൻ, അദ്ദേഹവും പറയുന്നുണ്ട്, നാം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പൗലോസ് നിങ്ങളെന്നല്ല പറഞ്ഞത്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും, ഇൻക്ലൂഡിംഗ് ഹിംസെൽഫ്, ഈവൻ ദിസ് അപ്പോസ്റ്റൽ, he knows that he has to stand before the judgment seat of Christ in order to evaluate his life. അവന്റെ ജീവിതത്തെ പരിശോധിക്കാൻ ഈ പൗലോസ് നിങ്ങള് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമെന്നല്ല പറഞ്ഞത്. താനും കൂടെ അതിൽ നിൽക്കുന്ന കാര്യം പറയുമ്പോൾ എത്ര വലിയ മനുഷ്യനാണെങ്കിലും അപ്പോസ്തലനാണെങ്കിലും കർത്താവേൽപ്പിച്ച ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ, അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവർ കണക്കുകൾ കൊടുക്കാൻ നിൽക്കുന്ന ഒരു ചിത്രമാണ് 2 കൊരിന്ത്യർ 5:10 പൗലോസ് പറഞ്ഞത്. ഇതോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്ന വാക്യം എബ്രായലേഖനം 9:27 ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ മാൻ ടു ഡൈ വൺസ്, ബട്ട് ആഫ്റ്റർ ദിസ് ദ ജഡ്ജ്മെന്റ്. ഒരിക്കൽ മരണം, മരണത്തിന്റെ ശേഷം ന്യായവിധി. ഒരു കാര്യം ഞാൻ അവിടെ ഓർപ്പിച്ചോട്ടെ, നമ്മൾ പഠിച്ചപ്പോ കണ്ടു, മനുഷ്യന് മരണത്തെ മറികടക്കാൻ സാധിക്കുന്നില്ല. ശാസ്ത്രം എത്ര വളർന്നിട്ടും മരണത്തെ അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കാത്തതിന്റെ കാരണം നമ്മൾ നേരത്തെ പഠിച്ചപ്പോ കണ്ടു, ഡെത്ത് ഈസ് ഇൻ റിലേഷൻ ടു തിയോളജി. അത് ദൈവികമായിട്ടാണ്, ദൈവശാസ്ത്രത്തോടുള്ള ബന്ധത്തിലാണ്, ദൈവം നിയമിച്ചതാണ്. മനുഷ്യനത് മറികടക്കുവാൻ നിവൃത്തിയില്ല. ദൈവത്തിന്റെ നിയമനം മാറ്റുവാൻ നിവൃത്തിയില്ല. ഞാന് ഒരു അമേരിക്കൻ കമ്പനിക്ക് ഏതാണ്ട് 10-17 വർഷം ജോലി ചെയ്തു. എന്റെ പ്രധാനപ്പെട്ട ജോലി ആളുകളുടെ ഇന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുക. ഞാൻ അവിടെ കടന്നുപോയി എൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റ് വിൽക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ ആ വിധത്തിൽ ജോലി ചെയ്തപ്പോൾ അനേക അനുഭവങ്ങളിൽ ഒരനുഭവം, ഞാൻ എടുക്കുന്ന അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ അവർ തന്ന അപ്പോയിന്റ്മെന്റ് ഒക്കെ മാറ്റാറുണ്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ, മനുഷ്യൻ അപ്പോയിന്റ്മെന്റ് കൊടുക്കും, അത് മാറ്റാൻ സാധിക്കും. ബട്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആർക്കും മാറ്റാൻ നിവൃത്തിയില്ല. ദൈവം ആദ്യം നിയമിച്ച അപ്പോയിന്റ്മെന്റ് മരണമാണ്. മരണം നിങ്ങൾക്ക് മാറ്റാൻ നിവൃത്തിയില്ല. നിങ്ങൾ മരണത്തെ അഭിമുഖീകരിച്ചേ സാധിക്കുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് പഠിച്ചു. നോക്കുക, മരണത്തെ അഭിമുഖീകരിച്ചേ സാധിക്കുള്ളൂ. അതിന്റെ കാരണം മരണം ദൈവം നിയമിച്ചിരിക്കുകയാണ്. എന്നാൽ മരണം നിശ്ചയമായിരിക്കുന്ന പോലെ 2 ശമൂവേൽ 14:14 വായിച്ചു, വി വിൽ ഷുവർലി ഡൈ, നാം മരിക്കും നിശ്ചയം, യാതൊരു തർക്കവുമില്ല. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു ന്യായവിധി ശേഷിക്കുകയാണ്. മരണശേഷം ഒരു ന്യായവിധിയുണ്ട്. മരണം ദൈവം അപ്പോയിന്റ് ചെയ്ത പോലെ തന്നെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ന്യായവിധി. എന്റെ മുന്നിൽ സഭാപ്രസംഗി തുറന്നു വെച്ചിട്ടുണ്ട്. ഞാനൊരു വാക്യം വായിച്ചോട്ടെ. യൗവനക്കാരോട് ശലോമോൻ പറയുന്ന വാക്കാണ്. യൗവനക്കാരാ, അതിന്റെ 11:9, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കാം, നിനക്ക് ഇഷ്ടമുള്ള വഴിയിലൊക്കെ പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. അത് ശലോമോൻ പറഞ്ഞിട്ട് പക്ഷേ ഒരു കാര്യം പറയുന്നു ആ വാക്യത്തിന്റെ അവസാനത്തിൽ, എന്നാൽ ബട്ട് ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തുമെന്നറിയുക. നിന്റെ ഇഷ്ടമുള്ള വഴിയിൽ പൊയ്ക്കോ, ബട്ട് there is a day of judgment. നീ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ദിവസം ന്യായവിധിയുടെ മുന്നിൽ കൊണ്ടുവരും. ഒന്നുകൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ, അത് 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. ശലോമോൻ വീണ്ടും പറയുന്നു, സകല പ്രവൃത്തികളും നല്ലതും തീയതും സകല രഹസ്യങ്ങളും ദൈവം ന്യായവിസ്താരത്തിന് മുന്നിൽ വരുത്തും. ഞാൻ ഇത് വായിക്കുമ്പോഴൊക്കെ എടുക്കുന്നൊരു ഭാഗമുണ്ട്. ഏതാണെന്നറിയാമോ? ഞാൻ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ. സദൃശ്യവാക്യം 15-ാം അധ്യായത്തിന്റെ അതിന്റെ 3-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. യഹോവയുടെ കണ്ണ് എല്ലായിടത്തും ഉണ്ട്, ആകാത്തതും നല്ലവയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അവൻ നല്ലതും ആകാത്തതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക്
അതിന്റെ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം കൂടെ ഞാൻ വായിച്ചോട്ടെ. മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം ഇന്ന് മൗനമായി ഇരിക്കുന്നു. പക്ഷേ തിരുവചനത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട്, ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, സകല രഹസ്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ വഴി യഹോവയുടെ മുമ്പിലാണ്. ഒരു മരണം കഴിഞ്ഞ ശേഷം ന്യായവിധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ കണക്കുകൾ കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മൾ ഓർത്തതുപോലെ നല്ലതും തീയതുമായ സകല പ്രവൃത്തികളും ആ ന്യായവിസ്താരത്തിൽ കൊണ്ടുവരും എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. ഞാൻ നേരത്തെ ന്യായവിധി എന്ന വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓരോ സെന്റൻസിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. മരണം ദൈവം നിശ്ചയിച്ചു, മരണാനന്തര ന്യായവിധി ദൈവം നിശ്ചയിച്ചു. നോക്കുക, അതിന്റെ ശേഷം നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തി 10:42. അപ്പോസ്തലപ്രവൃത്തി 10:42 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ, അത് അപ്പോസ്തലപ്രവൃത്തി 17:31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസം നിശ്ചയിച്ചു. ദൈവം മരണം നിശ്ചയിച്ചു, മരണാനന്തര ന്യായവിധി നിശ്ചയിച്ചു, ന്യായവിധിക്കായിട്ടൊരു ദിവസം നിശ്ചയിച്ചു. അപ്പോസ്തലപ്രവൃത്തി 10:42 അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധിക്കായി അവനെ നിയമിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ വചനത്തിൽ യോഹന്നാൻ 5:27 വായിക്കുന്നുണ്ട്, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ആ ഭാഗമൊന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മരണം ദൈവം നിയമിച്ചു, മരണാനന്തര ന്യായവിധി ദൈവം നിയമിച്ചു. ദൈവം ലോകത്തെ ന്യായവിധിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചു, ന്യായാധിപനെ ദൈവം നിശ്ചയിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ന്യായവിധി എന്നുള്ളത് ദൈവത്തിന്റെ മുന്നിൽ എത്ര ഗൗരവമാണ്, മനുഷ്യനുള്ള ബന്ധത്തിൽ എത്ര ഗൗരവമാണ്. എന്റെ കണക്കുകൾ നിങ്ങളുടെ കണക്കുകൾ കൊടുക്കാൻ ഒരിക്കൽ ദൈവസന്നിധിയിൽ നിൽക്കും, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ. വിശുദ്ധ പൗലോസ് പോലും പറഞ്ഞു, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാണ്. എന്നാൽ അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ന്യായവിധി നടക്കുമ്പോൾ നമ്മൾ പൗലോസ് ഓർപ്പിച്ച പോലെ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് ചെയ്തത്. അതുകൊണ്ട് ന്യായവിധി നടക്കുന്നത് ശരീരത്തോടുകൂടെയാണ്, ആത്മാവിലല്ല ആ ന്യായവിധി നടക്കുന്നത്. നമ്മൾ ഇന്ന് മരിക്കുമ്പോൾ നമ്മുടെ ശരീരം മണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കും, എന്നാൽ നമ്മുടെ ആത്മാവ് ഇവിടെ നിന്ന് പോവുകയാണ്. ഈ ആത്മാവിനെ അല്ല ദൈവം ന്യായം വിധിക്കുന്നത്. മനുഷ്യൻ ത്രിഭാഗ പ്രകൃതിയുള്ളവനാണ്. അവന്റെ വ്യക്തിത്വം പൂർണ്ണമായി തീരണമെങ്കിൽ ആ 3 ഭാഗവും ഒന്നിച്ച് ചേരണം. നമുക്ക് ആ ഭാഗം പഠിക്കാൻ പോവുകയാണ് നമ്മള്, പുനരുദ്ധാനം എന്ന വിഷയം. എന്നാൽ അതിനു മുമ്പ് ഞാൻ ഓർപ്പിച്ചോട്ടെ, ശരീരത്തിൽ ഇരുന്ന് ചെയ്തത് ന്യായം വിധിക്കുന്നത് ശരീരത്തിൽ തന്നെയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പുനരുത്ഥാന ശേഷമേ ന്യായവിധി നടക്കുകയുള്ളൂ. ന്യായവിധി എല്ലാം കൂടെ ഒന്നിച്ച് നടക്കുകയല്ല. പ്രധാനമായ 2 ന്യായവിധികൾ, ഒന്ന് വിശുദ്ധന്മാരുടെ ന്യായവിധി, മറ്റൊന്ന് പാപികളുടെ ന്യായവിധി. അതിൽ പാപികളുടെ ന്യായവിധി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വിശുദ്ധന്മാരുടെ ന്യായവിധിയെ കുറിച്ച് ഞാൻ എടുത്തതാണ്, എങ്കിലും ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കാം. മേ ബി വിതിൻ ഫ്യൂ മിനിറ്റ്സ് ഓർ 1 ക്ലാസ് ഞാനതങ്ങ് എടുത്ത് തീർക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ അത് അത്ര ഡീറ്റെയിൽ ആയി ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ക്ലാസ് എടുത്തതാണ്. എന്നാൽ ഇവിടെ പ്രത്യേകം ഓർക്കുക, ശരീരത്തിലാണ് ന്യായവിധി നടക്കുന്നത്, ശരീരത്തിലാണ് ഞാൻ പാപം ചെയ്തത്. അതിന് പുനരുത്ഥാനം നടക്കണം. ഒരു വിശുദ്ധന്റെ ന്യായവിധി എപ്പോഴാണ്? കർത്താവ് മടങ്ങി വരുമ്പോഴാണ് പുനരുത്ഥാനം നടക്കുന്നത്. വളരെ വ്യക്തമായി 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 15 തൊട്ടുള്ള വാക്യം നമുക്കറിയാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുനരുത്ഥാനം പ്രാപിക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിലേക്ക് വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിച്ചാണ് കരയേറിപ്പോകുന്നത്. ദൈവവചനം പരിശോധിച്ചു നോക്കിയാൽ ഈ വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ മടങ്ങി വരുന്നു. മധ്യാകാശ വരവ് ഈ 7 വർഷത്തെ പീഡനകാലം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവർ പ്രതിഫലങ്ങൾ പ്രാപിച്ചിരിക്കുകയാണ്. പ്രതിഫലങ്ങൾ വളരെ വ്യക്തമായി പൗലോസ് പറഞ്ഞു, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും.
നീ ഒരു അത്താഴമോ മുത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതർ, സമ്പന്നർ, സമ്പത്തുള്ള അയൽക്കാരെ വിളിച്ചു കൊടുക്കാതെ അംഗഹീനർ, മുടന്തർ, ദരിദ്രർ അവരെ വിളിച്ച് നീ കൊടുത്താൽ, പൗലോസ് പറഞ്ഞ വാക്കാണ്, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, യു വിൽ ബി റിവാർഡഡ് അറ്റ് ദ ടൈം ഓഫ് ദ റിസറക്ഷൻ ഓഫ് ദ റൈച്ചസ്. ആ പുനരുത്ഥാന സമയത്താണ് വിശുദ്ധന്മാരുടെ പ്രതിഫലങ്ങൾ. അതുകൊണ്ടാണ് മടങ്ങി വരുമ്പോൾ അവർ പ്രതിഫലം പ്രാപിച്ചവരെ കാണുന്നത്. വിശുദ്ധന്മാർ മടങ്ങി വരുമ്പോൾ അവർ പ്രതിഫലങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ അവർ ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം പ്രാപിച്ചവർ മടങ്ങി വരികയാണ്. പാപികളുടെ ന്യായവിധിയോ, യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് രാജാതി രാജാവായി 1000 വർഷം ഭരിക്കും. 1000 വർഷം ഭരണം കഴിഞ്ഞ ശേഷം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 വാക്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും. എങ്ങനെയാണ് ന്യായവിധി പാപികളുടെ നടക്കുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, 1000 വർഷം കഴിഞ്ഞിട്ടാണ് വെളിപ്പാട് 20-ന്റെ 11-15 വരെയുള്ള വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, പാപികളുടെ ന്യായവിധി അവിടെയാണ് നടക്കുന്നത്. പാപികളുടെ ന്യായവിധി. അപ്പൊ നോക്കുക, ഈ രണ്ട് ന്യായവിധികൾ തമ്മിൽ 1000 വർഷമെങ്കിലും അന്തരമുണ്ട്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഉൾപ്രാവണത്താൽ സഭ മാറ്റപ്പെട്ട ശേഷം മധ്യാകാശത്തിൽ അവർ ന്യായം വിധിക്കപ്പെട്ട് കർത്താവ് മടങ്ങി വരുമ്പോൾ പ്രതിഫലങ്ങൾ പ്രാപിച്ചവർ വരികയാണ്. അതൊരു പഠനം തന്നെയാണ്. ആ പഠനത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 1000 വർഷം കഴിയുമ്പോൾ മരിച്ചാപാലവൃദ്ധം പുനരുത്ഥാനം പ്രാപിക്കുന്നു. ആ പാപികളുടെ ന്യായവിധി അവിടെ നടക്കുകയാണ്. ഞാൻ ഓർപ്പിച്ച പോലെ ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗം ഞാൻ എടുക്കാം, കാരണം അത് അത്ര ഗൗരവമേറിയ ഒരു ഭാഗമാകിയാൽ ഞാൻ അത് എടുക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ ഓർക്കുക, രണ്ടു കൂട്ടർക്കും, വിശുദ്ധന്മാർക്കും പാപികൾക്കും പുനരുത്ഥാനം പ്രാപിച്ച് ശരീരത്തിലാണ് അവരുടെ ന്യായവിധി നടക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ സമുദ്രം തന്നുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പാതാളത്തിൽ ദുഷ്ടന്മാരുടെ ആത്മാവാണ്. പാതാളം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സമുദ്രത്തിലും മരണത്താൽ അടക്കപ്പെട്ടവരെ ശരീരങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. അവർ പുനരുത്ഥാനം പ്രാപിച്ചിട്ടാണ് ആ ന്യായവിധി നടക്കുന്നത്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ നമ്മൾ ഓർക്കണം, ശരീരം ഭൂമിയിൽ അടക്കി, ആത്മാവ് എവിടെയാണ് പോയത്? എവിടെയാണ് ഈ ആത്മാക്കൾ? Where are the souls of people? Where is the soul of a righteous person and where is the soul of an unrighteous person? അല്പമിനിറ്റ് ഞാൻ അവിടെ വന്ന് എടുത്തോട്ടെ. ഞാൻ എടുത്തു പറയാറുണ്ട്, ബൈബിളില് നമ്മൾ നേരത്തെ ഒന്ന് ഓടിച്ച് ചിന്തിച്ചു. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും മനോഹരമായി നമ്മുടെ കർത്താവ് പറഞ്ഞൊരു സംഭവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം എന്ന് എടുത്താണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ പഠിക്കുന്നത്, മരണശേഷം ആത്മാക്കൾ എവിടെയാണ്, ദേഹി എവിടെയാണ്, where is the soul and spirit? അത് മനസ്സിലാക്കാൻ ലളിതവും വളരെ വളരെ സിമ്പിളായിട്ട് കർത്താവ് നമുക്ക് വരച്ചു കാണിച്ച, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആ കർട്ടനൊന്നും മാറ്റിയിട്ട് ഇതാണ് സംഭവം എന്ന് പറയുന്ന ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 16-ന്റെ 19 തൊട്ടുള്ള വാക്യം. ക്ഷമിക്കണം, ഞാൻ ഈ ഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് എന്തെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങളാണ്, എന്തെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങൾ. ഇവിടെ തീപ്പൊയ്ക എന്നൊക്കെ പറയുന്നത്, പാതാളമെന്ന് പറയുന്നത് കല്ലറയാണെന്ന് യഹോവ വിറ്റ്നസസ് പറയുന്നു. കല്ലറയാണ്. ഞാൻ ചോദിച്ചോട്ടെ, കല്ലറയിൽ എങ്ങനെ ഒരു മനുഷ്യൻ യാതന അനുഭവിക്കുന്നത്? അവരുടെ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക. എന്തെല്ലാം മിസ്കൺസെപ്ഷൻ, എന്തെല്ലാം ഫോൾസ് ടീച്ചിങ് ആണ് ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് സിമ്പിളാണ്. നോക്കുക, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ലാസർ എന്ന പേരുള്ള അവൻ
ദരിദ്രൻ വിണം നിറഞ്ഞ് അവന്റെ പടിപ്പുരക്കൽ കിടന്നു. കർത്താവ് ഒരു സംഭവം പറയുകയാണ്, ഇതൊരു ഉപമയല്ല. കർത്താവ് ജീവിച്ചിരുന്ന കാലത്തിൽ നടന്നതായിരിക്കണം ഇത്. ധനവാനായ ഒരു there was a certain rich man. There was a certain beggar named Lazarus. ഇത് ആശ്ചര്യമായ സംഭവമാണ്. ഞാൻ ഓർപ്പിച്ച പോലെ ഈ ധനവാന്റെ പേരും കർത്താവിന് അറിയാൻ വയ്യാഞ്ഞല്ല, ആ കുടുംബത്തെ കരുതിയാണ് കർത്താവ് പേര് പറയാഞ്ഞത്. ഇവിടെ നമ്മൾ നോക്കുക, there was അവിടെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് എ ഇൻസിഡന്റ്. അവിടെ നമ്മൾ പെട്ടെന്ന് ഓടിച്ചു നോക്കാം. അവിടെ 22-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവിടെ ഈ ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു എന്ന് വായിക്കുന്നു. 23-ാം വാക്യം. അവനൊരു വളരെ വിപുലമായ അടക്കം കിട്ടിക്കാണും. കാരണം അവനൊരു ധനവാനാണ്. ലാസറിന്റെ അടക്കം നടന്നോ എന്ന് നമുക്കറിയില്ല. ആ കാലത്ത് ആർക്കും വേണ്ടാത്ത ശരീരങ്ങളും ഒക്കെ എടുത്ത് വലിച്ചെറിയുന്നത് ഗിഹന്ന എന്ന് പറയുന്ന വാലി, ഹിന്നോം വാലിയിലേക്കാണ്. അവിടോട്ടും എറിഞ്ഞോ എന്നറിയില്ല. പക്ഷേ കർത്താവ് അതല്ല കൺസേൺ. കർത്താവ് നമുക്ക് എന്ത് സംഭവിച്ചു അവരുടെ ആത്മാക്കൾക്കെന്ന് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ഭാഗം പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ബിയോണ്ട് ഡെത്ത്, മരണത്തിന്റെ അപ്പുറത്ത് എന്താണെന്ന് നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോൾ 26-ാം വാക്യം നോക്കിയാട്ടെ. അത്രയുമല്ല, ഈ ധനവാന്റെ ആത്മാവ് പോയിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് കർത്താവ് പറയുന്നു. യാതന സ്ഥലമാണ്, പാതാളത്തിലാണ്. എന്നാൽ ഈ ലാസറിന്റെ ആത്മാവ് പോയത് അബ്രഹാമിന്റെ മടി, അവനും പോയിരിക്കുന്നത് ഞാൻ കാണിക്കാൻ പോവുകയാണ്, പാതാളത്തിലാണ്. പക്ഷെ പാതാളത്തിന്റെ വേറെ ഒരു ഭാഗത്തിലേക്കാണ്. ഇവര് തമ്മില് അന്തരമുണ്ട്. വലിയ അന്തരമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കടക്കാൻ നിവൃത്തിയില്ല. 26-ാം വാക്യം വായിക്കാം. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ വലിയൊരു പിളപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവന് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വരുവാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ നിവൃത്തിയില്ല. യെസ്, പിന്നെന്തിനാ ഇവിടെ പ്രാർത്ഥന നടത്തുന്നത്? മരിച്ച ശേഷം ഇവിടെ എന്തിനാ പ്രാർത്ഥന നടത്തുന്നത്? ഈ യാതന സ്ഥലത്ത് നിന്ന് മനുഷ്യനെ ലാസർ കിടക്കുന്ന സ്ഥലത്തോട്ട് മാറ്റുവാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ വലിയൊരു പിളർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ആരാണ് ഈ പിളർപ്പുണ്ടാക്കിയത്? ദൈവമുണ്ടാക്കിയതാണ്. ബ്രദേഴ്സ്, ഒരു കാര്യം മറക്കാതെ ഓർക്കുക, ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫിക്സഡ്. അത് മാറ്റാൻ നിവൃത്തിയില്ല. അതിന്റെ ശേഷം ന്യായവിധിക്കായിട്ട് കടന്നു വന്നെങ്കിലേ സാധിക്കുള്ളൂ. എവിടെയാണ് ഈ മരിച്ച ധനവാന്റെ ആത്മാവ് പോയത്? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്തവന്റെ ആത്മാവ് എങ്ങോട്ടാ പോയത്? നമുക്കൊന്നു വായിക്കാം. 23-ാമത്തെ വാക്യം നോക്കിയാട്ടെ. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. ഹേഡീസ്. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരൊന്ന് നോക്കിയാട്ടെ. ആ ഹേഡീസ് എന്നുള്ള വാക്ക് എന്തിനാ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയത്? ഹേഡീസ് എന്ന വാക്ക് എന്തിനാ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയത്? ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നത് നെയിം ഓഫ് എ പേഴ്സൺ ഓർ എ പ്ലേസ്. ഒരു മനുഷ്യന്റെ പേരോ ഒരു സ്ഥലത്തിന്റെ പേരോ ആണ് ക്യാപിറ്റൽ എഴുതുന്നത്. പരിശുദ്ധാത്മാവ് ഇതിവിടെ പെൻ ഡൗൺ ചെയ്തപ്പോൾ, ഇത് എഴുതുവാനായിട്ട് പ്രേരിപ്പിച്ചപ്പോൾ, ഇവിടെ നോക്കുക, ലൂക്കോസിന് എഴുതുമ്പോൾ ആ ഹേഡീസ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയതിന്റെ കാരണം ഇറ്റ് ഈസ് എ ലിറ്ററൽ പ്ലേസ്. അതൊരാക്ഷരിക സ്ഥലമാണ്. അതുകൊണ്ടാണ് പാതാളത്തിനും നരകത്തിനും ഹെല്ലെന്നൊക്കെ ഉള്ളതിന് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചത്. നമ്മൾ വചനത്തിൽ ഫിലിപ്പി ലേഖനം 2 ഞാൻ എടുക്കുന്നില്ല. സ്വർലോകം, ഭൂലോകം, അധോലോകം. 3 ലോകമുണ്ട്. സ്വർലോകമുണ്ട്, ഭൂലോകമുണ്ട്, അധോലോകമുണ്ട്. അധോലോകത്തിലെ ഒരു പാർട്ടാണ് ഈ ഹേഡീസ് എന്ന് പറയുന്നത്. ഹേഡീസില് എന്താ സംഭവിക്കുന്നത്? ആ ഹേഡീസ് എന്നുള്ള വാക്ക് ഗ്രീക്കിലാണ്.
നമുക്കറിയാം പുതിയ നിയമം ഗ്രീക്ക് ലാംഗ്വേജിൽ എഴുതിയതാണ്. ഗ്രീക്ക് ലാംഗ്വേജിൽ ഹേഡീസ് എന്നാണ്. എന്നാൽ പഴയ നിയമത്തിലും അത് കാണാൻ കഴിയുന്നു. ഹേഡീസിന് പഴയ നിയമത്തിൽ പറഞ്ഞത് ഷിയോൾ എന്നാണ്. ഹീബ്രു വാക്ക് ഷിയോൾ. അനേക പ്രാവശ്യം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഷിയോൾ, ഷിയോൾ എന്ന വാക്ക്. ഇനിയും നമുക്ക് നോക്കാം. പഴയ നിയമ ഏടുകൾ പഠിക്കുമ്പോൾ പ്രാരംഭമായി ഞാൻ എടുക്കട്ടെ, നീതിമാന്മാരായവർ ദൈവമക്കൾ മരിക്കുമ്പോൾ അവരും പോയത് പാതാളത്തിലോട്ടാണ്. അങ്ങനെ ബൈബിൾ പറയുന്നുണ്ടോ? 1-2 വാക്യം മാത്രം ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം എന്ന് എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം, അതിന്റെ 35-ാമത്തെ വാക്യം യാക്കോബിന്റെ വാക്കുകളാണ്. തന്റെ പുത്രൻ യോസേഫ് മരിച്ചുവെന്ന് അവൻ കേട്ടപ്പോൾ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. യാക്കോബ് പറയുകയാണ്, തന്റെ പുത്രനായ യോസേഫ് പോയിരിക്കുന്ന ഇടം എവിടെയാണ്? പാതാളത്തിലാണ്. ഞാൻ ദുഃഖത്തോടെ ഞാനും പാതാളത്തിലേക്ക് ചെല്ലും. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കുക. Surely I will go down to Sheol. പഴയ നിയമത്തിൽ ആ ഹേഡീസിന് ഷിയോൾ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. യോസേഫ് ഷിയോളിലേക്ക് പോയി. യാക്കോബും ദുഃഖത്തോടെ അവിടേക്ക് പോകും. നോക്കുക, മറ്റൊരു വാക്യം 42-ാം അധ്യായം എടുത്താട്ടെ. 2-3 വാക്യം ഞാൻ കാണിച്ചോട്ടെ. ഒരു വളരെ പ്രാധാന്യതയുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ്. 42-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം നോക്കിയാട്ടെ. എന്റെ മകൻ നിങ്ങളോടുകൂടെ പോരുകയില്ല, ബെഞ്ചമിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. എന്റെ മകൻ നിങ്ങളോടുകൂടെ പോരുകയില്ല, അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അവൻ ഒരുത്തൻ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്ത് വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. യാക്കോബ് വീണ്ടും പറയുകയാണ്, ബെഞ്ചമിനെ നിങ്ങൾ കൊണ്ടുപോയി അവൻ പോകുന്ന വഴിയിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ നര ദുഃഖത്തോടെ പാതാളത്തിലേക്ക് പോകും. മറ്റേ വാക്യം ഞാൻ എടുക്കാതെ ദാവീദ് പറഞ്ഞ വാക്ക് സങ്കീർത്തനങ്ങൾ 16-ന്റെ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഞാൻ 2 വാക്യം ഒന്ന് എടുത്തോട്ടെ. സങ്കീർത്തനങ്ങൾ 16 നമുക്കൊക്കെ കാണാവതറിയാവുന്ന വാക്യമാണ്. പക്ഷേ ഞാനൊന്ന് വായിച്ചോട്ടെ അതിന്റെ ആദ്യ ഭാഗം. സങ്കീർത്തനങ്ങൾ 16-ന്റെ 10-ാമത്തെ വാക്യം, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. കോരപുത്രന്മാർ പറയുന്നത് നോക്കാട്ടെ. അനേക വാക്യങ്ങൾ ഞാൻ കണ്ടു, കുറിച്ചെടുത്തു. പക്ഷെ അതെല്ലാം കൂടെ എടുക്കുന്നത് ഉചിതമല്ല. സങ്കീർത്തനം 49-ന്റെ 15-ാമത്തെ വാക്യം, എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. കോരപുത്രന്മാർ പറയുന്നതാണ്. വീണ്ടും കോരപുത്രന്മാർ പറയുന്നത് 88-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിലുണ്ട്, എന്റെ ജീവൻ പാതാളത്തോട് ഹിസ്കിയ രാജാവ് പറയുന്നത്, എന്റെ പ്രാണൻ പാതാളത്തോട് അടുത്തിരിക്കും. നമ്മൾ കണ്ടു ഒരു കാര്യം. എന്താ കണ്ടത്? പഴയ നിയമ കാലഘട്ടത്തിൽ വിശുദ്ധന്മാർ മരിക്കുമ്പോൾ അവർ കടന്നു പോകുന്നത് പാതാളത്തിൽ. പഴയ നിയമത്തിൽ അതിന് ഷിയോൾ എന്നും പുതിയ നിയമത്തിൽ ഹേഡീസ് എന്നും പറഞ്ഞു. ഓക്കെ, നമ്മൾ മനസ്സിലായി. പക്ഷേ വേദപുസ്തകം പറയുന്നു ദുഷ്ടന്മാര് മരിച്ചാലും പാതാളത്തിലാ പോയത്. നമ്മളിപ്പം ധനവാന്റെ കാര്യം പഠിച്ചു. നമുക്ക് 1-2 വാക്യം കൂടെ സങ്കീർത്തനങ്ങൾ 9-17 നോക്കാട്ടെ. സങ്കീർത്തനങ്ങൾ 9-17 ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. നമ്മള് കർത്താവ് പറഞ്ഞ വാക്ക് കണ്ടു. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. അനേക വാക്യങ്ങളിൽ മറ്റൊരു വാക്യം കൂടെ സങ്കീർത്തനങ്ങൾ 31 എടുത്താട്ടെ. 31 സങ്കീർത്തനങ്ങൾ 31-ന്റെ 17-ാമത്തെ വാക്യം, യഹോവേ നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുത്, ദുഷ്ടൻ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. ദാവീദിന്റെ പ്രാർത്ഥനയാണ്, ദുഷ്ടൻ ലജ്ജിച്ച് മൗനമായി അവിടെ ഇരിക്കട്ടെ. അത് തന്നെ 49-ാം സങ്കീർത്തനം അതിന്റെ 13-14 വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടു, മരിച്ച ശേഷം ആത്മാക്കൾ എങ്ങോട്ടാ പോകുന്നത്? പലർക്കും പല സംശയമുണ്ട്. ഇത് ദൂരീകരിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ,
ദുഷ്ടന്മാർ മരിക്കുമ്പോൾ പാതാളത്തിൽ യാതന സ്ഥലത്തിലേക്ക് കടന്നുപോയി. നമ്മൾ കണ്ടു വിശുദ്ധന്മാർ മരിച്ചപ്പോൾ യാക്കോബും അതുപോലെ തന്നെ ദാനിയേലും അതുപോലെ തന്നെ കോരഹപുത്രന്മാരും ഒക്കെ പറഞ്ഞു അവരും പാതാളത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ദുഷ്ടന്മാരും അതുപോലെ തന്നെ വിശുദ്ധന്മാരും മരിച്ചാലോ എല്ലാവരും പാതാളത്തിലാണോ പോകുന്നത്? യെസ്. പക്ഷേ നമ്മള് ഒരു വാക്യത്തിൽ കൂടെ ഇതിന്റെ ഡിഫറൻസ് കാണാൻ പോവുകയാണ്. സങ്കീർത്തനങ്ങൾ 86 എടുത്താട്ടെ. ഈ വാക്യമാണ് നമുക്ക് വളരെ വെളിച്ചം തരുന്നൊരു വാക്യം. സങ്കീർത്തനങ്ങൾ 86 സങ്കീർത്തനം ദാവീദിന്റെ പ്രാർത്ഥനയാണ്. അതിന്റെ 12-13 വാക്യം വായിക്കാം. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും, നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ആ വാക്ക് നോക്കിയാട്ടെ. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, for your loving kindness toward me is great. Thou hast delivered my soul from the lowest Sheol, from the depth of Sheol. പല ഭാഷാന്തരങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. Thou hast delivered my soul from the lowest Sheol. നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചു. ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്ന ഏത് ഭാഷയിലുമുണ്ട് 3 degrees കാണാം. ലോ, ലോവർ, ലോവസ്റ്റ്. ഇംഗ്ലീഷിലെ പ്രയോഗത്തിൽ 3 ഡിഗ്രി. ലോ, ലോവർ, ലോവസ്റ്റ്. ദാവീദ് എന്താ പറഞ്ഞത്? യു ഹാവ് ഡെലിവേർഡ് മൈ സോൾ ഫ്രം ദ ലോവസ്റ്റ് ഷിയോൾ. സദൃശവാക്യം 15:24. സദൃശവാക്യം 15:24 ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. സദൃശവാക്യം 15:24. അവിടെ നമ്മൾ വായിക്കുന്നു, ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാണ്, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. ബുദ്ധിമാനമായ ദാവീദ്, ദൈവവൈതലായ ദാവീദ്, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നീ എന്റെ പ്രാണനെ അധമ പാതാളം, ലോവസ്റ്റ് ഷിയോളിൽ നിന്ന് വിടുവിച്ചു. ഇവിടെ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ദുഷ്ടന്മാർ മരിക്കുമ്പോൾ ഏറ്റവും താഴെയുള്ള പാതാളത്തിലേക്ക് പോകും. അവിടം യാതന സ്ഥലമാണ്. ആ ധർമ്മൻ പറഞ്ഞു, ഞാൻ ഈ തീജ്വാലയിൽ യാതന അനുഭവിക്കുന്നു. അത് യാതനയുടെ സ്ഥലമാണ്, അത് തീജ്വാലയുള്ള സ്ഥലമാണ്. എന്നാൽ വിശുദ്ധന്മാർ മരിച്ചപ്പോൾ മുകളിലുള്ള പാതാളത്തിലേക്ക് പോയി, അപ്പർ ഷിയോൾ. ഇത് തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. ഇനി നമുക്ക് ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഭാഗം ഞാൻ അങ്ങ് പറഞ്ഞു വിടാം, മറ്റു ഭാഗത്തിലേക്ക് പോകുവാൻ. ജോസീഫസ് എന്ന് പറയുന്ന യഹൂദനായിരുന്ന റോമൻ ആളുകൾക്ക് വേണ്ടി ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ചരിത്രകാരനുണ്ട്, ജോസീഫസ്. യോസീഫസിന്റെ കംപ്ലീറ്റ് വർക്ക് എന്റെ കയ്യിലിരിപ്പുണ്ട്. യോസീഫസ് വലിയ ചരിത്രകാരൻ, ജൂയിഷ് ഹിസ്റ്റോറിയൻ. കർത്താവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ കാലത്ത് ഈ അപ്പർ ഷിയോൾ, മുകളിലുള്ള പാതാളത്തിന് അബ്രാഹാമിന്റെ മടി എന്ന് പറഞ്ഞു, ആശ്വാസത്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞു. താഴെയുള്ള പാതാളത്തിന് യാതന സ്ഥലം എന്ന് പറഞ്ഞു. യോസീഫസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോസീഫസ് യേശുക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ചരിത്രകാരനാണ്, യഹൂദ ചരിത്രകാരൻ. ഇന്നും ലഭ്യമാണ്. ഈ ജോസീഫസിന്റെ കംപ്ലീറ്റ് വർക്ക് എനിക്ക് എൻ്റെ അങ്കിളുടെ കയ്യിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് കിട്ടിയതാണ്. ഞാനത് വളരെ പ്രഷ്യസ് ആയിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. വലിയൊരു വോളിയമാണ് കംപ്ലീറ്റ് വർക്ക് ഓഫ് ജോസീഫസ്. അദ്ദേഹം പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ കാലത്ത് അപ്പർ ഷിയോൾ, മുകളിലുള്ള പാതാളത്തിന് അബ്രാഹാമിന്റെ മടിയെന്നും കീഴെയുള്ള പാതാളത്തിന് യാതന സ്ഥലം എന്ന് പറഞ്ഞു. എക്സാക്ട്ലി അതാണ് യേശുക്രിസ്തു പറഞ്ഞത്. ലൂക്കോസ് 16:19 തൊട്ടുള്ള വാക്യത്തിൽ അതാണ് പറഞ്ഞത്. പഴയ നിയമഭക്തന്മാർ മുകളിലുള്ള പാതാളത്തിൽ പോയപ്പോൾ അവർക്കറിയാം അവരെ ഒരിക്കൽ ദൈവം വിടുവിക്കും. അവിടെ നിന്ന് വിടുവിക്കുമെന്നറിയാം. ഞാൻ ഒരു വാക്യം വായിക്കാം, അതിന്റെ ശേഷം ആര് വിടുവിക്കുമെന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാം. 49-ാം സങ്കീർത്തനം ഒന്ന് എടുത്താട്ടെ.
Psalms 49. അതിന്റെ 15-ാമത്തെ വാക്യം, എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. But God. ഞാൻ അതിന്റെ വിശദീകരണം എടുക്കാം. But God will redeem my soul from the power of Sheol. From the power of Sheol. Sheol has a power. അതിന്റെ ഗേറ്റുകളൊക്കെ പൂട്ടി അവിടെ നിന്ന് ഒരു മനുഷ്യനും പുറത്തു വരാതെ വണ്ണം പാതാളത്തിന്റെ ആ ശക്തി ഉണ്ടല്ലോ, അത് വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് വിശുദ്ധന്മാരുടെയും ദുഷ്ടന്മാരുടെയും ആത്മാക്കളെ. നമ്മുടെ കർത്താവ് മരിച്ചുയർത്ത ശേഷം കർത്താവിന്റെ അധികാരം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവന് ലഭിച്ചു. വെളിപ്പാട് 1:18 ഇങ്ങനെ വായിക്കുന്നുണ്ട്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കർത്താവിന്റെ മരണപുനരുത്ഥാന ശേഷം ആ മരണത്തിന്റെയും പാതാളത്തിന്റെയും അധികാരം അവന്റെ കൈകളിലാണ്. പഴയ നിയമ വിശുദ്ധന്മാർ മരിച്ചപ്പോൾ അവരുടെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വീണ്ടെടുക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ അവർ മരിക്കുകയാണ്. പാതാളം വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അവരെ അവിടെ നിന്ന് വിടുവിക്കാൻ ആരുമില്ല. ദൈവം വിടുവിക്കുമെന്നറിയാം. വളരെ സന്തോഷം പകർന്ന ഒരു വാക്യം ഞാൻ വായിക്കാം. ഇത് കൊരിന്ത്യർ ലേഖനത്തിനടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15. ഹോശേയ പ്രവചനം ഒന്നെടുത്താട്ടെ. വളരെ സന്തോഷം തോന്നിയ ഒരു ഭാഗമാണ്. ഞാൻ ആ ഭാഗം ഒന്നെടുത്തോട്ടെ. ഹോശേയ പ്രവചനം 13-ാം അധ്യായം. ഞാനത് ഇംഗ്ലീഷിലും കൂടെ വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹോശേയ ചാപ്റ്റർ 13 and verses 14. നമ്മൾ കണ്ടില്ലേ സങ്കീർത്തനം 49:15. But God will redeem my soul from the power of Sheol. ഇവിടെ ദൈവം പറഞ്ഞ നോക്കാട്ടെ, ഇവിടെ പ്രവാചകൻ പറയുന്ന നോക്കാട്ടെ. അത് പ്രവചനാത്മാവിൽ നമ്മുടെ കർത്താവിന്റെ വാക്കുകളാണ്. അതിന്റെ 14-ാം വാക്യം ഇതാണ് 1 കൊരിന്ത്യർ 15 കോട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അവരെ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ നിന്റെ ബാധകൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? ഞാനത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇച്ചിരൂടെ അർത്ഥപൂർണമായി നമുക്ക് തോന്നും. ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. I will ransom from the power of Sheol. I will redeem from the death. O death, I will be your plague. O Sheol, I will be your destruction. എന്തൊരു പദമാ! ഞാൻ ആ വാക്യം ഇരുന്ന് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. ആ വാക്യത്തിൽ 4 പ്രാവശ്യം ഒരുവൻ പറയുന്നു, I will. ഞാന് അവരെ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. 49-ാം സങ്കീർത്തനം 15 വായിച്ചു, ദൈവം എന്റെ പ്രാണനെ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. ആ വിശ്വാസത്തോടെ പഴയ നിയമ ഭക്തന്മാർ മരിച്ചപ്പോൾ അവരുടെ ആത്മാക്കളെല്ലാം ഒരു വീണ്ടെടുപ്പുകാരൻ ദൈവം അവരെ വിടുവിക്കുന്നത് കാത്തുകൊണ്ട് ആ അപ്പർ ഷിയോൾ, മുകളിലുള്ള പാതാളത്തിൽ, ആ മുകളിലുള്ള ഹേഡീസിൽ അവർ കാത്തിരിക്കുകയാണ്. ഞാനിങ്ങനെ ഓർത്തു പോകുന്നു, ഒരുപക്ഷേ ഇന്ന് നമ്മുടെ കർത്താവും മടങ്ങി വന്ന് നമ്മളെ വിടുവിക്കുമെന്ന് കാത്തിരിക്കുന്നത് പോലെ ഈ പഴയ നിയമഭക്തന്മാരുടെ ആത്മാക്കൾ പാതാളത്തിന്റെ അപ്പർ ഷിയോളിൽ കാത്തിരുന്നു. ഗോഡ് വിൽ റിഡീം. പക്ഷേ പാതാളത്തിന്റെ ശക്തി വരിഞ്ഞു മുറുക്കി അവിടെ നിന്നൊരു മനുഷ്യനും പുറത്തു പോകാതെ അത് വരിഞ്ഞു മുറുക്കി. എന്നാൽ നമ്മൾ കണ്ടു വെളിപ്പാട് 1:18 അവന്റെ മരണപുനരുത്ഥാന ശേഷം പാതാളത്തിന്റെയും മരണത്തിന്റെയും അധികാരം അവന്റെ കീഴിലായി. വെളിപ്പാട് 20:14 വരുമ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയിലേക്ക് തള്ളിക്കളയും. ആരാണ്? ഈ ന്യായാധിപൻ തള്ളിക്കളയും. നമുക്കത് പിന്നീട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാം. എന്നാൽ ഇവിടെ ഒന്ന് നോക്കട്ടെ. I will ransom. യേശുക്രിസ്തു അതിന്റെ മറുവില കൊടുത്ത് അവരെ വിടുവിക്കും. അവൻ അവിടോട്ട് പോയി. നമ്മളത് ശ്രദ്ധിക്കാൻ പോവുകയാണ്. എപ്പോഴാ പോയത്?
അവൻ മറുവില കൊടുത്ത ശേഷമാണ് പോയത്. ഐ വിൽ റാൻസം ദം, ഞാൻ അവരെ വീണ്ടെടുക്കും ഒരു മറുവില കൊടുത്ത്. ഐ വിൽ റിഡീം ദം ഫ്രം ദ ഡെത്ത്. ഓ ഡെത്ത്, ഐ വിൽ ബി യുവർ പ്ലേഗ്. അല്ലയോ മരണമേ, നിന്റെ സംഹാരകൻ ഞാനായിരിക്കും. അല്ലയോ പാതാളമേ, നിന്റെ സംഹാരകൻ ഞാനാണ്. വെളിപ്പാട് 20:14 വായിക്കുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയിലേക്ക് തള്ളിക്കളയും. ആരാണിത്? മറ്റാരുമല്ല, നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവാണ്. ഈ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. കർത്താവ് മരിച്ചു, കാൽവറി ക്രൂശിൽ മരിച്ചു. അവൻ പുനരുത്ഥാനം പ്രാപിച്ചു വന്നു. യോഹന്നാന്റെ സുവിശേഷം നിർത്താട്ടെ, നമുക്ക് ആ വാക്യമൊന്ന് വായിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. കർത്താവ് മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്നു. 20-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അവൻ മറിയെ കാണുന്നു പൂന്തോപ്പിൽ വെച്ച്. യേശുവോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. 3 ദിവസം. നമ്മള് അറിയാവുന്ന പോലെ ആ യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ നമ്മുടെ കർത്താവ് 3 ദിവസം ആ കല്ലറയ്ക്കുള്ളിൽ അവന്റെ ശരീരമായിരുന്നു. സങ്കീർത്തനങ്ങൾ 16:10 2-ാം ഭാഗം, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കില്ല. ഞാൻ ഇങ്ങനെ പറയുകയാണ്, അവന്റെ ജനനത്തിങ്കൽ അവൻ വിശുദ്ധനായിരുന്നു. ഹോളി ഇൻ ഹിസ് ബർത്ത്, ഹാംലെസ് ഇൻ ഹിസ് ലൈഫ്. അവന്റെ ജീവിതത്തിൽ അവൻ ഒരു തിന്മയും ചെയ്യാതെ ജീവിച്ചു. അൺഡിഫൈൽഡ് ഇൻ ഡെത്ത്. മരണത്തിൽ അവന് നമ്മൾ ഓർത്തതുപോലെ സങ്കീർത്തനം 16:10 വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. He was special in his birth. He was special in his life. He was special in his death. മറിയോട് പുനരുത്ഥാനം പ്രാപിച്ചു വന്നപ്പോൾ ഞായറാഴ്ച രാവിലെ പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. അന്ന് വൈകിട്ട് ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. 19-ാം വാക്യം നോക്കിയാട്ടെ. ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് എഴുത്തെന്ന് കണ്ടോ? മറിയയുടെ അടുക്കൽ ചെല്ലുന്നത് പ്രഭാതത്തിലാണ്. എന്നാൽ ഇവിടെ വായിക്കുന്നു, നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്തിൽ യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കെ യേശു അവരുടെ നടുവിൽ നിന്നു. ലൂക്കോസ് 24, ഭൂതമാണെന്ന് കരുതി അവർ ഭയപ്പെട്ടു. കർത്താവ് പറയുന്ന വാക്ക് കണ്ടോ? ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ല. ഹാൻഡിൽ മീ, നിങ്ങൾ എന്നെ ഒന്ന് തൊട്ടു നോക്കുക. തുടരുത് എന്ന് രാവിലെ പറഞ്ഞ കർത്താവ് വൈകിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ തൊട്ടു നോക്കുക. ഭൂതത്തിനുള്ള പോലെ, ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ല. എനിക്ക് മാംസമുണ്ട്, അസ്ഥിയുണ്ട്. എന്റെ ശരീരത്തെ ഒന്ന് തൊട്ടു നോക്കുക. ഹാൻഡിൽ മീ, ടച്ച് മീ. എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. പുനരുത്ഥാന പ്രഭാതത്തിൽ തുടരുതെന്ന് പറഞ്ഞ കർത്താവ് വൈകിട്ട് തൊട്ടു നോക്കാൻ ആവശ്യപ്പെട്ടു. എന്താ കാരണം? മറിയോട് പറഞ്ഞത് എന്താ? തുടരുതെന്ന്. ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ സന്നിൽ കയറിപ്പോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട എന്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ആ 3 ദിവസം പിന്നെ കർത്താവ് എവിടെയായിരുന്നു? കർത്താവിന്റെ ആത്മാവ് എവിടെയായിരുന്നു? പലരും കരുതുന്നു ക്രൂശിൽ മരിച്ചിട്ട് അവന് സ്വർഗത്തിലേക്ക് പോയെന്ന്. ഇല്ല, ഇവിടെയാണ് വായിക്കുന്നത്, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. അന്ന് ഞായറാഴ്ച രാവിലെ, ഉയർപ്പിൻ ഞായറാഴ്ച രാവിലെയും വൈകിട്ടും മധ്യത്തിൽ അവന്റെ പിതാവിന്റെ അടുക്കൽ പോയി മടങ്ങി വന്നു. പക്ഷേ ഈ 3 ദിവസം അവൻ എവിടെയായിരുന്നു? അത് നമുക്ക് നോക്കാം. ലൂക്കോസ് 23:43 വാക്യം. ലൂക്കോസ് 23 അധ്യായം. ലൂക്ക് ഗോസ്പൽ ചാപ്റ്റർ 23 അതിന്റെ 43 വാക്യം. 43 വാക്യം. 43 വാക്യം ക്രൂശിൽ വെച്ച് രക്ഷിക്കപ്പെട്ട കള്ളനോട് പറയുന്ന വാക്കാണ്. യേശുവിനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പാരഡൈസ്. യോസീഫസ് പറഞ്ഞ പോലെ അബ്രഹാമിന്റെ മടി, കർത്താവ് ക്രൂശിൽ മരിച്ചു,
2 കള്ളന്മാർ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അവനിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട കള്ളന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് കടന്നുപോയ ആ മുകളിലുള്ള പാതാളത്തിലേക്ക് പോയി. ആ പാതാളത്തിന് പറഞ്ഞ പേരാണ് പറുദീസ. പറുദീസ എന്ന വാക്കിന്റെ അർത്ഥം ഗാർഡൻ എന്നേ ഉള്ളൂ, തോട്ടം. കർത്താവ് അവിടെ പോയി. ആ പുനരുത്ഥാന പ്രഭാതത്തിൽ കർത്താവ് പ്രതീക്ഷിച്ചിരുന്നു ഈ പഴയ നിയമഭക്തന്മാർ താൻ വന്നു വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു എന്നുള്ളത്. അവർ യാഗങ്ങൾ അർപ്പിച്ച് വരാനിരിക്കുന്ന ക്രൂശിനെ നോക്കുകയായിരുന്നു. അവർ യാഗമർപ്പിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു വിശ്വാസത്താൽ മരണമടഞ്ഞ് അവരുടെ ആത്മാക്കൾ അവൻ വന്ന് ഞങ്ങളെ വീണ്ടെടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ അപ്പർ ഷിയോളിൽ മുകളിലുള്ള പാതാളത്തിൽ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ ക്രൂശിൽ മരിച്ച് അവിടേക്ക് കടന്നു എന്നിട്ട് അവൻ പറഞ്ഞു, ഞാനത് കൊടുത്തു കഴിഞ്ഞു. ദൈവദാസന്മാർ വിശ്വസിക്കുന്നു ആ പുനരുത്ഥാന പ്രഭാതത്തിൽ പഴയ നിയമഭക്തന്മാരുടെ ആത്മാക്കളെ കൊണ്ടാണ് മറിയെ കാണുമ്പോൾ ആ പൂന്തോപ്പിൽ വന്നത്. അവരുടെ കണ്ണുകൾക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. കർത്താവിനെ കാണുവാൻ അനുവദിച്ചു എന്നേ ഉള്ളൂ. എഫേസ്യലേഖനം 4-ാം അധ്യായം എടുത്താട്ടെ. എഫേഷ്യൻസ് ചാപ്റ്റർ 4. അവിടെ നമ്മൾ വളരെ വ്യക്തമായ ഒരു കാര്യം വായിക്കുന്നുണ്ട്. എഫേസ്യലേഖനം 4-ാം അധ്യായത്തിന്റെ 8 തൊട്ടുള്ള വാക്യം. എഫേസ്യലേഖനം 4-ാം അധ്യായത്തിന്റെ 8. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട്, ആരാണ് ഈ ബദ്ധന്മാർ? പാതാളം അതിന്റെ ഗേറ്റുകൾ അടച്ചുപൂട്ടി വരിഞ്ഞു മുറുക്കി വിടുവിക്കില്ല എന്ന് പറഞ്ഞ് അവരെ അതിന്റെ അകത്ത് മുറുക്കി വെച്ചിരുന്നു. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിലേക്ക് കരേറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഇത് 68-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യമാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ പോവുകയാണ്. മലയാളം ബൈബിളിൽ ഒന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. 68-ാം സങ്കീർത്തനം അതിന്റെ 18-ാമത്തെ വാക്യം. Psalm 68 and verses 18. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹെന്ന ദൈവത്തോടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങി. ഉയരത്തിൽ കയറി മനുഷ്യരോടല്ല, മനുഷ്യർക്ക് മത്സരികൾക്ക് അങ്ങനെയാക്കണം. ഉയരത്തിലേക്ക് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി മനുഷ്യർക്ക് മത്സരികൾക്ക് അവൻ ദാനങ്ങളെ കൊടുത്തു, ഗിഫ്റ്റുകളെ കൊടുത്തു. പരിശുദ്ധാത്മാവിനെ അവൻ പിതാവിനോട് ചോദിച്ചു മേടിച്ച് ദാനമായി നമുക്ക് നൽകി. അനേക കൃപാവരങ്ങളെ നമുക്ക് നൽകി. എഫേസ്യലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ആ കാര്യമാണ്. എന്റെ സൗരന്മാരോട് ഞാൻ പറയട്ടെ, ആ ഭാഗം വിടട്ടെ, മുന്നോട്ട് ഞാൻ ഓടിപ്പോകട്ടെ. എന്റെ സൗരന്മാരെ, പഴയ നിയമകാലത്തിൽ ദുഷ്ടൻ മരിച്ചാലും പാതാളത്തിൽ പോകും, നീതിമാന്മാർ മരിച്ചാലും പാതാളത്തിൽ പോകും. 86-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, സദൃശവാക്യം 15 നമ്മൾ വായിച്ചു, ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാണ്, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. ദാവീദ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചു, ആ യാതന സ്ഥലത്ത് നിന്ന് വിടുവിച്ചു. ദൈവമേ നിനക്ക് സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മളെ രക്ഷിച്ചതിന് നന്ദി പറയുന്ന പോലെ ദാവീദ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് മുകളിലുള്ള പാതാളത്തിലുള്ളവരെ പിതാവിന്റെ അടുക്കലോട്ട് അവൻ കൊണ്ടുപോയി, സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി, അവന്റെ പുനരുത്ഥാന ദിവസം. എന്നാൽ ഇന്ന് ഒരു ദുഷ്ടൻ മരിച്ചാൽ ഇന്നും താഴെയുള്ള പാതാളത്തിലേക്ക് പോവുകയാണ്. ഒരു ദുഷ്ടൻ മരിച്ചാൽ ഇന്നും താഴെയുള്ള പാതാളത്തിലേക്ക് പോകുന്നു. ഒരു വിശുദ്ധൻ മരിച്ചാലോ? 2 വാക്യം വായിക്കാം. ചിലര് പറയുന്നു ഇവിടെ 40 ദിവസമൊക്കെ കറങ്ങി നടക്കുമെന്ന്. വേദപുസ്തകം എന്താ പറയുന്നതെന്ന് നോക്കാം. 2 കൊരിന്ത്യർ 5:8 എടുത്താട്ടെ. 2 കൊരിന്ത്യർ 5:8. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരം വിട്ട് ഇംഗ്ലീഷിൽ വായിച്ചാൽ ടു ബി ആബ്സെന്റ് ഫ്രം ബോഡി ആൻഡ് ടു ബി പ്രസന്റ് വിത്ത് ദ ലോർഡ്. ഞാൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ
സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകനല്ലേ അധ്യാപിക ഹാജര് വിളിക്കുന്നതാണ് ഓർമ്മ. പ്രസന്റ് സർ എന്ന് പറയുന്ന പോലെ ടു ബി, സ്വർഗത്തിൽ എന്റെ പേര് വിളിക്കും ഒരു ദിവസം. എന്റെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് പേര് വിളിക്കുമ്പോൾ I will be absent from my body, but I will be immediately present with the Lord. ഇവിടെ വായിക്കുന്നതാണ്. കർത്താവ് എവിടെയാണ്? സ്വർഗത്തിലാണ്. കർത്താവ് എവിടെയാണ്? പിതാവിന്റെ വലത്ത് ഭാഗത്താണ്. കർത്താവ് എവിടെയാണ്? മൂന്നാം സ്വർഗത്തിലാണ്. എന്റെ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാന ശേഷം മരിക്കുന്ന സകല വിശുദ്ധന്മാരും ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ശരീരം വിട്ടാൽ കർത്താവിനോട് കൂടെയാണ്. ഇന്നവർ പാതാളത്തിലല്ല പോകുന്നത്, കർത്താവിന്റെ അടുക്കലോട്ടാണ് പോകുന്നത്. എത്ര വലിയ പ്രത്യാശ! ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ. ഫിലിപ്പ് ലേഖനം 1:23. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. വിട്ടുപിരിഞ്ഞ്, for I am hard pressed between two, having a desire to depart and be with Christ. ഇവിടെ നിന്ന് ആത്മാവും ദേഹിയും വിട്ടുപോയാൽ കർത്താവിന്റെ അടുക്കലാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാനിത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നോക്കുക, ഇന്നും ദുഷ്ടന്മാർ മരിച്ചാൽ അവര് പോകുന്നത് താഴെയുള്ള പാതാളത്തിലാണ്. ഒരു കാര്യം കൂടെ ഞാൻ അവിടെ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നോക്കുക, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം വീണ്ടും ഓർക്കാം. ഏറ്റവും മനോഹരമായി നമുക്ക് ഈ ഭാഗം സംശയമില്ലാതെ ദുരീകരിച്ചത് തരുന്ന ഒരു ഭാഗമാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് ഈ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ എവിടെയാണ്? താഴെയുള്ള പാതാളത്തിലാണ്. അത് അവിടെയുള്ള സംഭവം എന്താണ് അവിടെ നടക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 23-24 വാക്യം നോക്കിയാട്ടെ. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. 24-ാം വാക്യം, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിലനിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കണമേ, അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അവന് എവിടെയാണ്? ജ്വാലയിൽ കിടക്കുകയാണ്. I am tormented in the flame. Brothers, ഇതല്ല നരകം. നരകത്തെ കുറിച്ച് നമ്മൾ പഠിക്കും, വിശദമായി പഠിക്കും. 1 ഗ്ലാസോ 2 ഗ്ലാസോ ഞാൻ എടുക്കും നരകത്തെ കുറിച്ച്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നരകമെന്ന് പറയുന്നത് ലിക്വിഡ് ഫയർ ആണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ അതിന് തീ പൊയ്ക എന്ന് പറഞ്ഞത്. അവിടെ ശരീരത്തോട് പുനരുത്ഥാനം കഴിഞ്ഞാണ് ദുഷ്ടന്മാരുടെ ന്യായവിധി കഴിഞ്ഞ് അവർ കടന്നു പോകുന്നത്. എത്ര ഭയാനകം! നോക്കുക, ഈ മരിച്ചുപോയ ദുഷ്ടന്മാർ ഓൾറെഡി ഫ്ലെയിമിലാണ്, തീയിലാണ്, തീജ്വാലയിലാണ്. ഇവിടെ ഈ ധനവാൻ പറഞ്ഞ പോലെ ഈ ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുകയാണ്. അല്ലയോ ധനവാനെ, നിനക്കിനി ഒരു പുനരുത്ഥാനം കൂടെ ഉണ്ട്. പുനരുത്ഥാനം കഴിഞ്ഞിട്ട് നിന്നെ എറിയാൻ പോകുന്നത് തീ പൊയ്കയിലേക്കാണ്, ലേക്ക് ഓഫ് ഫയർ. എത്ര ഭയങ്കരമാണ് വിശുദ്ധന്മാരുടെ മരണം! എത്ര ആശ്വാസപ്രദം! ഞാൻ ഇവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ദാനിയേലിനോട് ദൈവം പറഞ്ഞു, നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരിക്കായി എഴുന്നേറ്റ് വരും. വെളിപ്പാട് 14:13 വായിക്കുന്നു, ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നം നിന്ന് വിശ്രമിക്കണം. They have to rest. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും. ഞാൻ ഇവിടെ നിർത്തട്ടെ. ഒന്നുകിൽ മനുഷ്യൻ മരിക്കുമ്പോൾ പാതാളത്തിലേക്ക്, അപ്പർ ഷിയോളിൽ പോകും, അല്ലെങ്കിൽ താഴെയുള്ള ഷിയോളിലേക്ക് പോകും. ഞാൻ ഇതിന്റെ പ്രാധാന്യത മനസ്സിലാക്കി തരാൻ സഭാപ്രസംഗി ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താം. സഭാപ്രസംഗി 11-ാം അധ്യായം. ഞാനൊരു പ്രസംഗം അവിടെ നടത്തിയിട്ടുണ്ട്. എന്നാല് അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം ഞാൻ അടർത്തിയെടുത്തിട്ട് പറയാൻ പോവുകയാണ്. സഭാപ്രസംഗി 11-ാം അധ്യായം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമാണ്. ഈ സഭാപ്രസംഗി 11-ാം അധ്യായത്തിന്റെ 3 തൊട്ടുള്ള വാക്യം സുവിശേഷം പ്രസംഗിക്കാൻ ഇതുപോലെ നല്ലൊരു ഭാഗമില്ല.
2, ഈ ഭാഗമാണ് നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞത്, നീ ഒരു ഉപദേഷ്ടാവായിരുന്നിട്ടും യു ആർ എ ടീച്ചർ ഓഫ് ദി ജൂസ് ഫാരിസീസ്, നീ ഇതൊന്നും അറിയുന്നില്ലയോ? കാറ്റിഷ്ടമുള്ളയിടത്ത് നൂറുന്നു, ഇഷ്ടമുള്ളയിടത്തേക്ക് പോകുന്നു, ഇങ്ങനെയാകുന്നു വീണ്ടും ജനിച്ചവരെന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് ഈ 11ന്റെ 5-ാം വാക്യമാണ് ഉദ്ധരിച്ചത്. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണി ഉദരത്തിൽ അസ്ഥി ഉരുവായി വരുന്നത് എങ്ങനെയെന്ന് നീ അറിയാത്തതുപോലെയാണ് സകലവും എന്ന് പറയുന്നു. ഈ ഭാഗമാണ് നിക്കോദിമോസിനുള്ള ബന്ധത്തിൽ കർത്താവ് ചോദിക്കുന്നത്. നീ ഒരു ഉപദേഷ്ടാവായ, നീ അറിയേണ്ടതാണ് ഈ ഭാഗം, നീ പഠിക്കേണ്ടതായിരുന്നല്ലോ. ഒരു കാര്യം മാത്രം ഞാൻ കാണിച്ചോട്ടെ. 3-ാം വാക്യം, മനുഷ്യ ജീവിതത്തെ ഒരു വൃക്ഷത്തോട് ഉപമിച്ചു. ദുഷ്ടന്മാർ പന പോലെ തഴയ്ക്കും. 1-ാം സങ്കീർത്തനം, നീതിമാന്മാർ ആശ്ചര്യത്തെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ്. യെരമ്യാ പ്രവചനത്തിലും പറയുന്നുണ്ട്, മനുഷ്യ ജീവിതങ്ങളെ വൃക്ഷങ്ങളോട് ഉപമിച്ചു പറയുമ്പോൾ ഇവിടെ ഒരു വാക്യം മാത്രം വായിച്ചു ഞാൻ നിർത്തട്ടെ. അതിന്റെ 11-3, മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞാൽ ഭൂമിയിൽ പെയ്യും, വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും. ആ ഭാഗം കണ്ടോ? വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും. ഇത് വെറും ഒരു വൃക്ഷം വീഴുന്നതല്ല. ഒരു വൃക്ഷം പിടന്നു വീണാൽ മനുഷ്യനെല്ലാം കൂടി ശ്രമിച്ചാൽ ഒരു ദിക്കൊക്കെ മാറ്റാൻ കഴിയും. അതല്ല ഇവിടെ പറയുന്നത്. മനുഷ്യൻ മരിച്ചാൽ വടക്കോട്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ അവിടെ കിടക്കും, തെക്കോട്ടാണ് മരിക്കുന്നെങ്കിൽ അവിടെ കിടക്കും. ഈ വടക്കിനും തെക്കിനും കിഴക്കിനും ഒക്കെ പ്രാധാന്യതയുണ്ട്. ഞാൻ അത് വിശദീകരിക്കാതെ പറയട്ടെ. നിങ്ങളിൽ ലേവ്യ പുസ്തകം 1:11 നോക്കാട്ടെ. അവിടെ നോക്കുന്നു, യാഗപീഠത്തിന്റെ വടക്ക് വശത്ത് വെച്ച് വേണം യാഗമൃഗത്തെ അറുക്കാൻ. വടക്ക് ദൈവത്തിന്റെ നീതിയുടെ പ്രകടനമാണ് വടക്ക് ഭാഗം. തെക്ക് ഭാഗമോ ദൈവസ്നേഹം. ഒരു മനുഷ്യൻ മരിക്കുന്നത് ദൈവസ്നേഹത്തിലാണെങ്കിൽ ആ വൃക്ഷം തെക്കോട്ട് വീഴുകയാണെങ്കിൽ അവിടെ കിടക്കും. വടക്കോട്ടാണോ അവിടെ കിടക്കും. ഒരിക്കൽ മരിച്ചു, പിന്നെ ന്യായവിധിയാണ്, മാറ്റാൻ നിവൃത്തിയില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുനരുത്ഥാനം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാഗം നമുക്ക് ചിന്തിക്കാം. ഞാനിവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ എവിടെയാണ്? പഴയ നിയമ കാലങ്ങളിൽ നമ്മൾ കണ്ടു, ദുഷ്ടന്മാർ മരിച്ചാലും നീതിമാന്മാർ മരിച്ചാലും പാതാളത്തിൽ പോകും. ദുഷ്ടന്മാർ കീഴെയുള്ള പാതാളത്തിൽ പോയി, വിശുദ്ധന്മാർ മുകളിലുള്ള പാതാളത്തിൽ പോയി. ആ കർത്താവ് മരിച്ച് 3 ദിവസം അവന്റെ ആത്മാവ് അവിടെയായിരുന്നു. അവിടെ നിന്ന് അവിടെയുള്ള വിശുദ്ധന്മാരെയും കൊണ്ട് ഉയരത്തിലേക്ക് അവൻ പോയി. ഇന്നത് എംറ്റിയാണ്. പക്ഷെ ഇന്ന് വിശുദ്ധന്മാർ മരിച്ചാൽ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.